ടീച്ചർ, PSC പരീക്ഷയുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ? ഓക്കെ, ചോദിച്ചോളൂ. കേരളത്തിലെ ആദ്യത്തെ ബാലപഞ്ചായത്ത്? കേരളത്തിലെ ആദ്യത്തെ ബാലപഞ്ചായത്ത് നെടുമ്പാശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹാർദ്ദ സ്കൂൾ നഗരം? കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹാർദ്ദ സ്കൂൾ നഗരം കൊച്ചിയാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് വിമുക്ത ഗ്രാമം? സംസ്ഥാനത്തെ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് വിമുക്ത ഗ്രാമം എന്നറിയപ്പെടുന്നത് എറണാകുളം ജില്ലയിലെ തുരുത്തിക്കര. സംസ്ഥാനത്തെ ആദ്യത്തെ ഫിലമെന്റ് രഹിത പഞ്ചായത്ത്? സംസ്ഥാനത്തെ ആദ്യത്തെ ഫിലമെന്റ് രഹിത പഞ്ചായത്ത് എന്നറിയപ്പെടുന്ന കാസർഗോഡ് ജില്ലയിലെ പീലിക്കോട്. സമ്പൂർണമായി വൈദ്യുതീകരിക്കപ്പെട്ട കേരളത്തിലെ ആദ്യ ജില്ല? സമ്പൂർണമായി വൈദ്യുതീകരിക്കപ്പെട്ട കേരളത്തിലെ ജില്ല എന്നറിയപ്പെടുന്നത് പാലക്കാട്. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത്? പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് പെരുമാട്ടിയാണ്. കേരളത്തിലെ ആദ്യത്തെ ഹെറിറ്റേജ് വില്ലേജായി പ്രഖ്യാപിച്ചത്? കേരളത്തിലെ ആദ്യത്തെ ഹെറിറ്റേജ് വില്ലേജ് പ്രഖ്യാപിക്കപ്പെട്ടത് കൽപ്പാത്തി അഗ്രഹാരമാണ്. കേരളത്തിലെ ആദ്യത്തെ നോക്കുകൂലി വിമുക്ത ജില്ല? കേരളത്തിലെ ആദ്യത്തെ നോക്കുകൂലി വിമുക്ത ജില്ല എന്നറിയപ്പെടുന്നത് മലപ്പുറമാണ്. കേരളത്തിലെ ആദ്യത്തെ അക്ഷയ കേന്ദ്രം ആരംഭിച്ച പഞ്ചായത്ത്? കേരളത്തിലെ ആദ്യത്തെ അക്ഷയ കേന്ദ്രം ആരംഭിച്ച പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ. 100% ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയായ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത്? 100% ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയായ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് വയനാട് ജില്ലയിലെ അമ്പലവേല. കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിലവിൽ വന്നത് എവിടെ? കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിലവിൽ വന്നത് പാലോടാണ്. അപ്പൊ നമ്മൾ കൂട്ടുകാരെ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? കേരളത്തിലെ ആദ്യത്തെ എന്ന് പറയുന്ന ഹെഡിങ്ങിൽ ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇത്തരം ക്വസ്റ്റ്യൻസ് PSC പരീക്ഷകളിൽ ഇനിയും ചോദിക്കാൻ സാധ്യത ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുമുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കി വെക്കുക. തുടർന്ന് നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസുമായിട്ട് ഈ ചാനൽ തന്നെ കാണാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവരും സെറ്റാക്കി വെക്കുക.